അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് പരിശുദ്ധ സഫർ മാസത്തിൻ്റെ 21-ാമത്തെ രാവിലാണ് നമ്മളുള്ളത്. അള്ളാഹു ഈ രാത്രിയുടെ, ഈ രാവിൻ്റെ, ഈ സമയത്തിൻ്റെ മുഴുവൻ പോരിശകളും നമ്മളുടെ ജീവിതത്തിലുടനീളം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞ് നമ്മോട് ദുആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. കമൻറ്റുകളായും അതുപോലെ തന്നെ പല പല മെസ്സേജുകളായും കോളുകളായും ഒക്കെ പലരും ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അതിൽ ഒരുപാട് രോഗികളുണ്ട്, ഒരുപാട് കടബാധ്യതരുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിലുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, സമ്പാദ്യ മാർഗ്ഗങ്ങൾ, വരുമാന മാർഗ്ഗങ്ങൾ ഇല്ലാത്തവരുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി പ്രയാസങ്ങളുള്ളവർ, ഒട്ടനവധി ആഗ്രഹങ്ങളുള്ളവർ, അള്ളാഹു എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഇപ്പോഴത്തെ നമ്മുടെ ഈ സമയം, നമ്മുടെ ഈ നിമിഷങ്ങൾ നമുക്ക് റബ്ബിൻ്റെ മുമ്പിൽ കൈനീട്ടാം. അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാം, നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കാൻ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂവണിയാൻ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായ കൽബോടുകൂടി നമുക്ക് ഈ മജ്ലിസിൽ ചേരാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽപ്പെട്ട മഹത്തായൊരു സൂറത്ത്, ഒരു ചെറിയ സൂറത്ത്, ഏറ്റവും ചെറിയ സൂറത്ത്, 3 ആയത്തുകൾ മാത്രമുള്ള, മീമില്ലാത്തൊരു സൂറത്ത്. എന്നാൽ ആ സൂറത്തിൻ്റെ പ്രത്യേകത എന്താ? നബി തങ്ങളെ വർണ്ണിക്കുന്ന സൂറത്താണ്. ഈ സൂറത്ത് ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ 10 തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ അള്ളാഹു ആ കാര്യം നടത്തി കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചെന്ന അതിശ്രേഷ്ഠമുള്ള സൂറത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് കുറേ എണ്ണം ചൊല്ലാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല ഇഖ്ലാസോടുകൂടി നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടണമെന്ന നല്ല യഖീനോട് കൂടിയിട്ട് നമുക്ക് ഓതണം. ഇത് വിശുദ്ധ ഖുർആനാണ്, അള്ളാഹിൻ്റെ കലാമാണ്. ആ നല്ല നിയത്തോടു കൂടി അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. അല്ലാഹുവേ, നീ കബൂലാക്കണേ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാ. ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീ തീർത്തു തരണേ അല്ലാ. ഞങ്ങളുടെ പ്രയാസങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ, എല്ലാ ബുദ്ധിമുട്ടുകളും തീരാൻ, നമുക്ക് ആവശ്യമുള്ളതൊക്കെ നേടിയെടുക്കാൻ റബ്ബിൻ്റെ അടുക്കൽ നമുക്ക് ചോദിക്കണമല്ലോ. അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ റബ്ബിനോട് ചോദിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് സമ്മാനങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ വെച്ചിട്ട്, കാണിക്കകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് വേണം നമ്മൾ ചോദിക്കാൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്, അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കാണിക്ക കൊടുക്കാൻ പോവുകയാണ്. എന്താണ്? നമ്മൾ ചെയ്ത തെറ്റുകൾക്കുള്ള പാപമോചനം തേടൽ. കാരണം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ത്? ഒരടിമ തന്നോട് തെറ്റ് ചെയ്തിട്ട് അത് പാപം പൊറുക്കലിനെ തേടുക എന്നുള്ളത് റബ്ബിന് വലിയ ഇഷ്ടമാണ്.
നബി തങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരാൾ മരുഭൂമിയിലൂടെ നടക്കുകയാണ്, സഞ്ചരിക്കുകയാണ്. അയാൾ ഒരു ഒട്ടകപ്പുറത്താണ് സഞ്ചരിക്കുന്നത്. അയാളുടെ സാധനങ്ങൾ മുഴുവൻ, വെള്ളവും ഭക്ഷണവും എല്ലാം ആ ഒട്ടകപ്പുറത്താണ്. അങ്ങനെ അദ്ദേഹം വിശ്രമിക്കാൻ വേണ്ടി ഒരു മരുഭൂമിയിൽ ഒരു മരച്ചുവട്ടിൽ ഇറങ്ങി കിടന്നു ഉറങ്ങി. പക്ഷേ ഈ ഒട്ടകം പെട്ടെന്ന് കെട്ടഴിഞ്ഞു പോയി. അങ്ങനെ ഉണർന്നു നോക്കുമ്പോൾ ഒട്ടകത്തെ കാണുന്നില്ല. അദ്ദേഹം വിചാരിച്ചു ഞാനിവിടെ കിടന്ന് മരണപ്പെട്ടു പോകും. അങ്ങനെ കുറേ അന്വേഷിച്ചു ആ മരുഭൂമിയിൽ, എവിടെ പോയി അന്വേഷിക്കാനാണ്. അങ്ങനെ കുറേ നേരം തളർന്നു, അദ്ദേഹം ക്ഷീണിച്ചു, കിടന്നുറങ്ങി. വീണ്ടും പെട്ടെന്ന് ഞെട്ടി ഉണർന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, ആ ഒട്ടകം മുന്നിൽ നിൽക്കുന്നു, അതിൻ്റെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട്. ആ മനുഷ്യന് എത്രത്തോളം സന്തോഷം ഉണ്ടാകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു. സ്വഹാബത്ത് പറയാം, നബിയെ, ആ മനുഷ്യൻ്റെ ജീവനല്ല തിരിച്ചു കിട്ടിയത്. അപ്പോൾ അത്രയേറെ സന്തോഷം അദ്ദേഹത്തിന് ഉണ്ടാവില്ലേ? അള്ളാൻ്റെ ഹബീബ് പറയാണ്, എന്നാൽ അള്ളാഹുവിന് സന്തോഷം ഉണ്ടാവും എപ്പോഴാണെന്നറിയോ? ഒരടിമ തെറ്റ് ചെയ്ത് ആ തെറ്റ് അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ റബ്ബിന് അത്രയേറെ സന്തോഷം ഉണ്ടാകുമെന്ന്. ഇൻഷാ അല്ലാഹ് നമുക്ക് റബ്ബിനെ സന്തോഷിപ്പിക്കണ്ടേ? നമുക്ക് ഈ രാത്രി അതിനുവേണ്ടി ചെലവഴിക്കാം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ العظيم أستغفر الله 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 العظيم അസ്തഗ്ഫിറുല്ലാഹൽ അദീം. റബ്ബേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാ, ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ മാപ്പ് ചെയ്യണേ റഹ്മാനേ, നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ബറക്കത്താക്കപ്പെട്ടൊരു നാമമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നാമങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേരുകളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു പേരാണ് യാദൽ ജലാലി വൽ ഇക്റാം. യാദൽ ജലാലി വൽ ഇക്റാം, ദുൽ ജലാലി വൽ ഇക്റാം എന്ന നാമം. ആ പേരിന് ഇസ്മുൽ അഅ്ലമാകാൻ സാധ്യതയേറെയുണ്ട് എന്ന് മഹാന്മാർ വിശേഷിപ്പിച്ച ഇസ്മുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഇസ്മാണ്. എന്തേ പ്രത്യേകത? ഇത് ചൊല്ലിയിട്ട് റബ്ബിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ദുആക്ക് ഇജാബത്ത് വേണമല്ലോ, നമ്മുടെ മജ്ലിസിന് ഇജാബത്ത് വേണം. അപ്പോൾ ആത്മാർത്ഥമായ ഖൽബോട് കൂടിയിട്ട് എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലണം ഇൻഷാ അല്ലാഹ്. എങ്ങനെ ചൊല്ലേണ്ടത്? യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാം നമുക്ക് ഇൻഷാ അല്ലാഹ്.
يا ذا الجلال والإكرام 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 അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളുടെ ദുആഇന് നീ ഇജാബത്ത് നൽകണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആനിലെ മഹത്തരമായൊരു സൂറത്ത് നമുക്ക് ഓതാം. ഈ സൂറത്തിൻ്റെ പ്രത്യേകത 3 തവണ ഒരാൾ ഓതിയാൽ ഒരു ഖത്മ് ഓതിയ കൂലി. ഏതാണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞുതരാം. 10 തവണ ഒരാൾ ഓതുകയാണെങ്കിൽ സ്വർഗത്തിലൊരു കൊട്ടാരം അല്ലാഹു നൽകും. 20 തവണ ഓതിയാലോ 2 കൊട്ടാരങ്ങൾ കിട്ടും. അങ്ങനെ മഹത്തരമായ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പറയുന്ന, അള്ളാഹുവിനെ പുകഴ്ത്തി പറയുന്ന, അള്ളാഹുവിനെ വാഴ്ത്തി പറയുന്ന പരിശുദ്ധ ഖുർആനിലെ ചെറിയ സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് റബ്ബേ നിൻ്റെ പേരടങ്ങിയ സൂറത്താണ്, നിന്നെ വാഴ്ത്തുന്ന സൂറത്താണ്. അതുകൊണ്ട് തന്നെ നിന്നെ പറഞ്ഞതിൻ്റെ മഹത്വം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ് എന്ന, ഞങ്ങളുടെ പ്രയാസങ്ങൾ തീർത്തു തരണേ റബ്ബേ എന്ന ആത്മാർത്ഥമായ ഖൽബോടുകൂടി നമുക്ക് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا
أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ റബ്ബേ. നിന്റെ പരിശുദ്ധ കൊട്ടാരങ്ങൾ, സ്വർഗത്തിലെ മണിമാളികകൾ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഖൈറായ ഭവനം നൽകണേ അല്ലാ, ഖൈറായ ഭവനം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയ ഭവനങ്ങളിലൊക്കെ നീ രക്ഷ നൽകണേ അല്ലാ, നിന്റെ കാവൽ നൽകണേ അല്ലാ. യജമാനനായ റബ്ബിനെ വാഴ്ത്തി പറയുന്നു. അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് എല്ലാ സദസ്സ്. അള്ളാഹുവിനെ പറ്റി പറയുന്ന സദസ്സുകൾ മലായിക്കത്തിൻ്റെ പ്രത്യേക നോട്ടം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. മലക്കുകളെ പ്രത്യേകം അള്ളാഹു അയക്കും. എന്നിട്ട് പറയുന്നത്, ആ മുഅ്മിനീങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങളത് കേൾക്കണം, എന്നിട്ട് എന്നോട് ഒന്ന് പറയണം. അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിനത് കേൾക്കുന്ന വലിയ ഇഷ്ടമാണ് അള്ളാഹ് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ എമ്പാടും പറയണം. അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പവർഫുള്ളായ 2 നാമങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ആ 2 നാമങ്ങൾ ചേർത്ത് പറയുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. പരിശുദ്ധ ഖുർആൻ തുടക്കം കുറിച്ച് അങ്ങനെയാണ്, ബിസ്മില്ലാഹി അർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹു. കാരണം അള്ളാഹിൻ്റെ കരുണയില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല. റബ്ബിൻ്റെ കരുണ കിട്ടണം. നമുക്ക് എല്ലാ വിഷയത്തിനും അള്ളാഹുവിൻ്റെ കരുണ വേണം. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മൾ വിളിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് നമുക്ക് വിളിക്കാം. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മഹത്തായ 2 നാമങ്ങളാണ് അർ റഹ്മാൻ അർ റഹീം. അപ്പോൾ വിളിക്കുമ്പോൾ എങ്ങനെ വിളിക്കണം? യാ റഹ്മാനു യാ റഹീമു യാ അല്ലാഹ്, അങ്ങനെ ചേർത്ത് വിളിക്കണം. ഒന്നുകൂടെ വിളിക്കാം ഇൻഷാ അല്ലാഹ്. നമുക്ക് ആത്മാർത്ഥമായ നല്ല ഖൽബോടുകൂടി നമ്മുടെ എല്ലാ വിഷമങ്ങൾ തീരണമെന്ന് ഇഖ്ലാസോട് കൂടിയിട്ട് നമുക്ക് വിളിക്കാം. അല്ലാഹുവേ നീ ഖബൂലാക്കണേ റബ്ബേ. يا رحمن يا رحيم يا الله 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 يا رحمن يا رحيم يا الله
യാ റഹ്മാനു യാ റഹീമു യാ അല്ലാഹ് 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 അല്ലാ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദുനിയാവിലെ എല്ലാ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ആഖിറത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് അല്ലാഹു നൽകാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സമയം നമുക്ക് ദുആ ഇറക്കാം റബ്ബിനോട്. അതിന് മഹത്തായ ഒരു ദുആ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരുന്നുണ്ട്. നമുക്ക് എന്ത് ആവശ്യമുണ്ടോ അതെല്ലാം കിട്ടും, നമുക്കുള്ള ആവശ്യങ്ങൾ മുഴുവൻ. അപ്പോൾ ഈ ദിക്ർ ചൊല്ലുന്ന സമയത്ത്, ഈ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഖൽബിൽ വേണ്ടത് റബ്ബേ എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, നീ അത് പൂർത്തീകരിച്ച് നൽകണേ അല്ലാ. ജോലിയില്ലാത്തവരുണ്ട്, കടബാധ്യതയുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, അതുപോലെ വാഹനങ്ങളില്ലാത്തവർ, അതുപോലെ പ്രയാസപ്പെടുന്നവർ, മറ്റ് ബുദ്ധിമുട്ടുകൾ, മക്കളില്ലാത്തവർ, വിവാഹം ശരിയാകാത്തവർ തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ പറഞ്ഞവരുണ്ട്. പല പ്രശ്നങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സലാമത്താക്കട്ടെ. ഓരോ ആൾക്കാർ നമ്മളോട് ദുആ വസിയത്ത് ചെയ്യുമ്പോൾ സങ്കടം തോന്നാറുണ്ട് പലപ്പോഴും. റബ്ബേ എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്, വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ അല്ലാഹ്. വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളാണ് പലർക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ചെല്ലുന്ന സമയത്ത് ഖൽബിൽ വേണം റബ്ബേ എൻ്റെ ഈ പ്രയാസങ്ങളൊക്കെ തീർത്തു തരണം, എനിക്ക് ഇന്നത് കിട്ടണം. ആ നല്ല നിയ്യത്തോടെ റബ്ബിനോട് ചോദിച്ചാൽ അല്ലാഹു നൽകും. അല്ലാഹു നൽകും എന്ന നിയ്യത്തോട് കൂടിയിട്ട് നമ്മൾ റബ്ബിനോട് ചോദിച്ചാൽ അത് തരിക തന്നെ ചെയ്യും. കാരണം മുത്തുനബി തങ്ങൾ തന്നെ പഠിപ്പിച്ച
അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് എന്ത്, അന ഇന്ദ ദൊന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെപ്പറ്റി എന്താണോ വിചാരിക്കുന്നത് ഞാൻ അതുപോലെ ആകുമെന്ന്. അപ്പോൾ അള്ളാഹു എനിക്ക് നൽകും എന്ന് വിചാരിച്ച് ഒരാൾ ചോദിച്ചാൽ അത് അള്ളാഹു നൽകുമെന്ന് മുത്തുനബി തങ്ങൾ തന്നെ പറയുക. അപ്പം അങ്ങനെ ആവണം നമ്മൾ ചോദിക്കേണ്ടത്. ചോദിക്കാം ഇൻഷാ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة
حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീ തീർക്കണേ അല്ലാ, ഞങ്ങൾക്ക് സകല അനുഗ്രഹങ്ങളും ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും മുഴുവൻ നിഅമത്തുകളെയും നീ നൽകണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഈ പവിത്രമായ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന മഹത്തായ സൽക്കർമ്മമുണ്ട്. നമുക്കൊന്ന് ചൊല്ലാം, നമുക്കൊന്ന് പറയാം, നമുക്കൊന്ന് ചെയ്യാം. അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ പുന്നാര നബിതങ്ങളോടുള്ള സ്വലാത്ത്, നബിതങ്ങൾക്ക് വേണ്ടിയുള്ള സ്വലാത്താണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ അധികരിപ്പിക്കേണ്ടത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നു തന്ന പഠിപ്പിച്ചു തന്ന മഹത്തായ സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്ന മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ ജീവിതത്തിൽ പതിവാക്കിയിരുന്ന മുത്തുനബി തങ്ങളുടെ മകളാണ്, കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ ബീവി. ആ ഫാത്തിമ ബീവി അവിടുത്തെ ജീവിതത്തിൽ പതിവാക്കിയിരുന്ന മഹത്തായ ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ സമയം, ഈ രാത്രി നമുക്ക് ചൊല്ലാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലുക. നിങ്ങൾക്കൊക്കെ അറിയുന്ന സ്വലാത്തായിരിക്കും. സ്വലാത്തുകളുടെ കൂട്ടത്തിൽ പെട്ട ഏറ്റവും ചെറിയൊരു സ്വലാത്താണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം ഇൻഷാ അല്ലാഹ്. اللهم صل على النور وأهله 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 اللهم
اللهم صل على النور وأهله 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 അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. പുന്നാര നബി തങ്ങളുടെ ദർബാറിലേക്ക്, ആ പരിശുദ്ധ മദീനയിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളെ നീ എത്തിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരൽപ്പം മദ്ഹുകൾ ചൊല്ലി നമുക്ക് ഇൻഷാ അല്ലാഹ് റബ്ബിനോട് ദുആ ഇറക്കാം. നബി തങ്ങളെ കൊണ്ട് ചോദിച്ചതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളഞ്ഞിട്ടില്ല. മുത്തുനബി തങ്ങളെ തവസ്സുലാക്കി അവിടുത്തെ മുൻനിർത്തിയിട്ട് റബ്ബിനോട് എന്താവശ്യപ്പെട്ടാലും അല്ലാഹു നമുക്ക് നൽകും. ആ നല്ല നിയ്യത്തോടു കൂടി നമുക്ക് ചോദിച്ചാലോ ഇൻഷാ അല്ലാഹ്? ചോദിക്കാം. എല്ലാവരും ഒരുമിച്ച് ഇൻഷാ അല്ലാഹ് കൂടെ ചൊല്ലുക. യാ അക്റമൽ ഖൽഖി മാലിമൻ ആലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹദീസിൽ ആമീമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബി خير الخلق كلهم ولن يضيق رسول الله جاهك بي إذا الكريم تجاهل لا باسمي منتقم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم من أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمام يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا بك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ റബ്ബേ, നീ ഏറ്റെടുക്കണേ അല്ലാ. പുന്നാര നബി തങ്ങളുടെ ദർബാറിലേക്ക് നീ ചേർക്കണേ അല്ലാ. ഇൻഷാ അല്ലാ നമുക്കൊരു ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തൈൻ ഓതി റബ്ബിനോട് ദുആ ചെയ്യാം. നമ്മൾ ഈ ഓതുന്നത് നമ്മളിൽ നിന്നൊക്കെ മൺമറഞ്ഞു പോയ മുഴുവൻ മുഅ്മിനീങ്ങളെയും മനസ്സിൽ കരുതി നല്ല നിയ്യത്തോട് കൂടിയിട്ട് അവരുടെ ഹളറത്തിലേക്കും എത്തണം, അവർക്കും സന്തോഷം കിട്ടണം. നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ മിസ്ൽ സവാബ് അവർക്കും കിട്ടി സന്തോഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. അപ്പോൾ അവരെയൊക്കെ നിയ്യത്താക്കിക്കൊണ്ട് നമ്മുടെ ഉപ്പമാർ ഉമ്മമാരൊക്കെ മണ്ണറയിലുണ്ട്. സാധുവായ
എൻ്റെ ഉപ്പ, അതുപോലെ തന്നെ വല്യമ്മ, പല ആളുകളും, വല്യപ്പമാർ, അതുപോലെ പല ആളുകളും മണ്ണറയിലുണ്ട്. അള്ളാഹുവെ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. അതുപോലെ എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മുഅ്മിനീങ്ങളുടെയും ആരൊക്കെ ഏതൊക്കെ ബന്ധുമിത്രാദികൾ ഖബറകങ്ങളിലുണ്ടോ അള്ളാഹു അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. غفاറായ ഖാലിഖായ റാസിഖായ ലത്തീഫായ റഹ്മാനേ, സാധുക്കളായ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാ. ചെറുതും വലുതുമായി ഞങ്ങൾ ചെയ്തു കൂട്ടിയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും മാഫു ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകി ില്ലെങ്കിൽ ഞങ്ങളെ ഏറ്റെടുക്കാൻ ഒരു ശക്തിയുമില്ല റബ്ബേ. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങൾ ചെയ്ത തെറ്റു കാരണം ഒരു ബലാ മുസീബാത്തിലും ഫിത്ന ഫസാദിലും എടങ്ങേറുകളിലും ഞങ്ങളെ ആരെയും നീ പെടുത്തല്ലേ അല്ലാ. റബ്ബേ, നീ നിന്റെ കാവല് നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് നിന്റെ കാവല് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സകല അപകടങ്ങളിൽ നിന്നും ബലാ മുസീബാത്തുകൾ, ഫിത്ന ഫസാദുകൾ, എടങ്ങേറുകൾ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ചെയ്തു കൂട്ടിയ തെറ്റു കാരണം ഒരു രോഗവും നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. മാരക രോഗങ്ങളിൽ നിന്ന് ശമനം നൽകണേ റബ്ബേ. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവർ രോഗികളാണ്, ശിഫാ നൽകണേ അല്ലാ. കടബാധ്യതകൾ തീർത്തു തരണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തി തരണേ റബ്ബേ. സാമ്പത്തികമായ ഭദ്രത നൽകണേ റബ്ബേ. ഖൈറായ വരുമാന മാർഗം നൽകണേ റബ്ബേ. ഖൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയതിലെല്ലാം നിന്റെ റഹ്മത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യ, മക്കൾ, ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, വീട്, വാഹനങ്ങൾ, തൊഴിലുകൾ, ബിസിനസ്സുകൾ, പഠനങ്ങൾ എല്ലാത്തിലും നിന്റെ ഖൈറു നൽകണേ റബ്ബേ. സകല ഷർറുകളിൽ നിന്നും രക്ഷ നൽകണേ റബ്ബേ. ശൈത്താന്റെ ഷർറിനെ തൊട്ട്, ജിന്നുകളുടെ ഷർറുകളെ തൊട്ട്, മനുഷ്യരുടെ ഷർറുകളെ തൊട്ട്, സകല ജീവജാലങ്ങളുടെയും ഷർറു ബലാകളെ തൊട്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. സർവ്വ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ തുറന്നു തരണേ റബ്ബേ. ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ മൺമറഞ്ഞു പോയ ഞങ്ങളുടെ ഉപ്പമാർ, ഉമ്മമാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, ഭാര്യ, മക്കൾ, ഭർത്താക്കന്മാർ പലരും മണ്ണറയിലുണ്ട് അല്ലാ. ഖബർ വിശാലമാക്കണേ റബ്ബേ. സ്വർഗീയാരാമമാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ ഓതിയതിന്റെ ഒക്കെ മിസ്ലിൽ സവാബ് അവരുടെ ഹദ്റത്തിലേക്ക് സന്തോഷമായി മുതൽക്കൂട്ടായി നീ ചേർത്ത് കൊടുക്കണേ റബ്ബേ. നാളെ ഞങ്ങളെയും അവരെയും പരിശുദ്ധ സ്വർഗത്തിൽ പുന്നാര നബിതങ്ങളോടൊപ്പം നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അവസാനം ഈ താഴ്ന്ന ദുനിയാവിൽ നിന്ന് ഞങ്ങൾ യാത്ര പറയുന്ന സമയം കാമിലായ ഈമാനോടെ മുത്ത് നബിതങ്ങളെ കണ്ട് പുഞ്ചിരിച്ച് പരിശുദ്ധ കലിമത്തു തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് ഈ ലോകത്തോട് യാത്ര പറയാൻ നീ ആവതാക്കണേ അല്ലാ. എല്ലാം നിന്റെ ഔദാര്യമായി നൽകിയതുപോലെ നീ ആ മഹാഭാഗ്യവും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ദുആ വസിയ്യത്ത് ചെയ്ത ഓരോ മുഅ്മിനീങ്ങളെയും നീ ഏറ്റെടുക്കണേ അല്ലാ. അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. ഖൽബിന്റെ മുഴുവൻ വിഷമങ്ങളെയും നീ തീർത്തു കൊടുക്കണേ അല്ലാ. സന്തോഷവും സമാധാനവുമുള്ള ജീവിതം ഇരുലോകത്തും നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സല്ലി അലാ ജമീൽ. അൽഹംദുലില്ലാഹ്.
ഇൻഷാ അല്ലാഹ് നാളത്തെ മജ്ലിസിലും നമുക്കൊക്കെ പങ്കെടുക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മയൊക്കെ മുഖറവീങ്ങളായ നല്ല മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങളിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.